കൊച്ചി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് UDF ഇത്തവണ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ് ഇവിടെ കൊച്ചിയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കൂടെയുണ്ട്. തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, കൊച്ചി എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ഈ മുൻകാല നിരവധി പ്രഗത്ഭരായ നേതാക്കന്മാരെ സംഭാവന ചെയ്തൊരു പ്രദേശമാണ്. അതിനേക്കാൾ ഉപരി നല്ല ആത്മാർത്ഥതയുള്ള നിരവധി പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ്. പാർട്ടിയെ സ്നേഹിക്കുന്ന, കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു നാടാണ് ഈ കൊച്ചി എന്ന് പറയുന്ന ഈ പശ്ചിമ കൊച്ചി പ്രദേശം. ഗാന്ധി വന്നുപോയ, നിരവധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ വന്നുപോയ ഒരു നാടാണ്. ആ പാരമ്പര്യമെന്നും കാത്തു സംരക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്നും കോൺഗ്രസിനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ്. ഇടക്കാലത്ത് 2 ടേമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം ആ കാരണങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടപ്പിലാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു MLA ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ കൊച്ചിയെ സംബന്ധിച്ച് ഈ സാമുദായിക വോട്ട് വലിയൊരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് ലത്തീൻ സമുദായം ചെറിയ എതിർപ്പുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ആ ഒരു വോട്ട് കൂടി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, അങ്ങനെ എതിർപ്പൊന്നും ആരും പ്രകടിപ്പിച്ചില്ല. അത് ചില തൽപര കക്ഷികൾ കൊടുത്ത വാർത്തകളാണ്. അങ്ങനെ നിങ്ങളെവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് പരസ്യമായി അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. അത് ചില തൽപര കക്ഷികളുടെ, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുണ്ടാക്കിയെടുത്ത ഒരു സാധനം മാത്രമാണ്. അങ്ങനെയൊന്നും അതിനകത്ത് പെട്ടുപോകുന്നവരോ വീണു പോകുന്നവരോ ഒന്നുമല്ല ഇവിടുത്തെ കൊച്ചിയിലെ എല്ലാ വിശ്വാസികളായിട്ടുള്ള ആളുകളും. അതോടൊപ്പം തന്നെ ഈ ചെല്ലാനടക്കമുള്ള സ്ഥലം കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ സ്ഥലത്തൊക്കെ ഇത്ര നാളും ഉണ്ടായിരുന്നൊരു പ്രധാന പ്രശ്നം കടൽക്ഷോഭമാണ്. ആ കടൽക്ഷോഭം പരിഹരിക്കാനായിട്ട് ടെട്രാപോഡ് ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണമൊക്കെ നടത്തി അതിൻ്റെ ഒരു ആദ്യഘട്ടം പൂർത്തിയാക്കുന്നു. 2ാം ഘട്ടം മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ കാര്യമാണ് പ്രധാനമായിട്ടും LDF അവരുടെ ഒരു നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ചെല്ലാനത്തെ പ്രശ്നം ദേശീയ ശ്രദ്ധ ആകർഷിച്ച പ്രശ്നമാണ്. ചെല്ലാനത്ത് സർക്കാരിൻ്റെ സാന്നിധ്യം വേണ്ട ഒരു സമയമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ടെട്രാപാഡ് 357 കോടി രൂപ കൊടുത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ കൊടുത്തിട്ട് ആ ടെട്രാപാഡ് നിർമ്മിച്ചപ്പോൾ 12 കിലോമീറ്ററാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് 7 കിലോമീറ്ററായി ചുരുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കോടി രൂപയുടെ അഴിമതിയാണ് അവിടെ ഉണ്ടായത്. ഈ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ വെള്ളം കയറുന്നില്ല. പിന്നീട് അങ്ങോട്ട് കണ്ണമാലിയും ആനാശ്ശേരിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്ര സ്ഥലത്താണ് ഇപ്പോൾ അതിനേക്കാൾ ഇരട്ടി ശക്തിയിലാണ് ഈ പ്രദേശത്തെല്ലാം വെള്ളം കയറുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ പോലെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അതിന് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയ കോടതിയിൽ സർക്കാർ എന്താ കൊടുത്ത അഫിഡവിറ്റ്? കോടതി ഇന്നലെ കൊടുത്തല്ലോ അഫിഡവിറ്റ്. എന്താ കൊടുത്തത്? അതിന് ടെക്നിക്കൽ സാങ്ഷൻ ഇല്ല, അതിന് ഫിനാൻഷ്യൽ സാങ്ഷൻ ഇല്ല എന്ന് സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ടെക്നിക്കൽ സാങ്ഷനും ഫിനാൻഷ്യൽ സാങ്ഷനും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒരു വർക്ക് അവാർഡ് ചെയ്യുക? പിന്നെ എങ്ങനെയാണ് ഒരു വർക്ക് ടെൻഡർ ചെയ്യുക? ഈ 2ാം ഘട്ടം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണിത്. ഇത് തട്ടിപ്പ്. ആരെ? ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യമായ വിവേകം ഈ സാധാരണക്കാരായ കാരണവന്മാരായിട്ടുള്ള ആളുകൾക്ക് വരെയുണ്ട്. അങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? ചെല്ലാനത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊന്നും ഇതൊക്കെ ഈ പദ്ധതിയൊക്കെ എത്ര നേരത്തെ വരേണ്ടതാണ്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടോ? അതിന് ഞങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഞങ്ങൾക്കൊരു വിഷനുണ്ട്, വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ട് കൊച്ചിയെക്കുറിച്ച്. ഈ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടന്നപ്പോൾ, പ്രത്യേകിച്ചും എറണാകുളത്തും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും ഒക്കെ നടന്നപ്പോൾ അതിൻ്റെ ഒരു 50% പ്രവർത്തനം പോലും നടക്കാത്ത ഒരു നിയോജക മണ്ഡലമാണ് ഈ പശ്ചിമ കൊച്ചി. പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശം കൂടിയാണ്. പശ്ചിമ കൊച്ചിയിലെ ജനങ്ങൾക്ക് ആ ഡെവലപ്മെൻ്റ് ആവശ്യമില്ലേ? അതവർക്ക് വേണ്ടേ? പൊതുഗതാഗത സംവിധാനമാണെന്നുണ്ടെങ്കിലും മറ്റ് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആശുപത്രികളുടെ കാര്യങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്? ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും തീരദേശ മണ്ഡലമായിട്ടുള്ള കൊച്ചി ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ വിപിനോ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.